ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ ഭവനങ്ങളിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നെയ്യപ്പം തയ്യാറാക്കുമ്പോൾ സോഡപ്പൊടി ചേർത്ത് തയ്യാറാക്കാം, പഴം ചേർത്ത് തയ്യാറാക്കാം. അതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു ദിവസം കൊണ്ട് ഏകദേശം 3-4 മണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന നെയ്യപ്പം ആണ് നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ നെയ്യപ്പം തയ്യാറാക്കുന്നതിന് 3 ദിവസം സമയമെടുക്കും. 3 ദിവസം കൊണ്ട് ഈ നെയ്യപ്പം തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 3 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു 4 മണിയോടുകൂടി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ സോഡാപ്പൊടിയും പഴവും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ പച്ചരി ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. പച്ചരി 1 കിലോ എടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഗ്ലാസ് പച്ചരി ഞാനിവിടെ എടുത്തു. അത് നന്നായി കഴുകി കുതിർക്കാൻ വെക്കുന്നുണ്ട്. അരി കുതിർന്ന് കഴിയുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അരി പൊടിച്ചെടുക്കുമ്പോൾ തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിയാൻ പാടില്ല. അപ്പോൾ തരിയോടുകൂടി തന്നെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ചക്കരയാണ്. അപ്പോൾ 1 കിലോ അരിക്ക് 800 ഗ്രാം പാം ജാഗരി എടുക്കുന്നുണ്ട്. ഇനി ഈ ചക്കര ചീകി എടുക്കണം. ഇത് വെള്ളത്തിലിട്ട് അലിയിച്ചല്ല നമ്മൾ ചക്കര ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ചക്കര വളരെ നൈസായിട്ട് ചീകി തന്നെ ഇതിലേക്ക് ചേർക്കണം. അങ്ങനെ ഈ അരിപ്പൊടിയിലേക്ക് ചക്കര ശകലം ചേർത്തുകൊണ്ട് ഈ പൊടി നന്നായി കുഴച്ച് നന്നായിട്ട് തേച്ച് ഏകദേശം ഒരു മണിക്കൂർ നേരയിലും നന്നായിട്ട് തേച്ച് അരിപ്പൊടിയും ചക്കരയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അരിപ്പൊടിയും ചക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 3 ദിവസത്തേക്ക് അടച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പണി കഴിഞ്ഞു. ഇനി 3-ാം പൊക്കേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി പരിപാടി. 3 ദിവസത്തിന് ശേഷം നമുക്ക് ഈ പാത്രം തുറന്നു നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ 1-ാം പാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നെയ്യപ്പം തയ്യാറാക്കുമ്പോൾ അത് കോരി ഒഴിക്കാനുള്ള പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നീട്ടിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, 1-ാം പാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയുള്ളൂ. അങ്ങനെ ആവശ്യത്തിന് തേങ്ങാപ്പാലും ചേർത്ത് ഏകദേശം ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വീണ്ടും ഇത് മൂടി വെക്കണം.
അങ്ങനെ പാകത്തിന് തയ്യാറായ മാവ് ഏകദേശം ഒരു 6 മണിക്കൂർ നേരത്തേക്ക് മൂടി വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞ് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനാവശ്യമുള്ളത് എള്ളാണ്. എള്ളും ചേർക്കുന്നുണ്ട്. കൂടാതെ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നെയ്യപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കണം. അങ്ങനെ 3 ദിവസം കൊണ്ട് തയ്യാറായ ഈ മാവ് ഉപയോഗിച്ച് നെയ്യപ്പം ഇനി തയ്യാറാക്കാം. അപ്പോൾ അതിന് പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ച ശേഷം ഈ മാവ് ഒഴിച്ച് നെയ്യപ്പം തയ്യാറാക്കാം.